നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 തുല്യത ഇക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ പുസ്തകം സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 7ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോറിലേഷൻ അഥവാ സഹബന്ധം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് 2 വീഡിയോകൾ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് കാണുക. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളാണത്. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സഹബന്ധം അളക്കുന്ന 3ാമത്തെ മെത്തേഡാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. സ്പിയർമാൻ്റെ റാങ്ക് സഹബന്ധം ഇത് റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഓപ്പൺ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും തുല്യതക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോകളാണ്, ക്ലാസ്സുകളാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് കണ്ടാൽ നല്ല മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. സ്പിയർമാൻ്റെ റാങ്ക് സഹബന്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 രീതിയിൽ ഈ ഒരു സ്പിയർമാൻ്റെ റാങ്ക് സഹബന്ധം കാണാൻ സാധിക്കും. അതായത് സ്പിയർമാൻ്റെ റാങ്ക് സഹബന്ധം കാണുന്നതുമായി ബന്ധപ്പെട്ട് 3 വ്യത്യസ്ത സാഹചര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് റാങ്കുകൾ തരുന്ന സാഹചര്യമാണ്, രണ്ടാമത്തേത് റാങ്കുകൾ തരാത്ത സാഹചര്യം, മൂന്നാമത്തേത് റാങ്കുകൾ ആവർത്തിക്കുന്ന സാഹചര്യം. അപ്പം 3 രീതികളിൽ നമുക്ക് സ്പിയർമാൻ്റെ റാങ്ക് സഹബന്ധം കാണാൻ സാധിക്കും. പക്ഷേ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ആദ്യത്തെ 2 മാർഗങ്ങളാണ്. മൂന്നാമത്തേത്, അതായത് റാങ്കുകൾ ആവർത്തിക്കുന്ന സാഹചര്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ സ്പിയർമാൻ്റെ റാങ്ക് സഹബന്ധം കാണുന്നതിന് 3 സാഹചര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റാങ്കുകൾ തരുന്ന സാഹചര്യം. ഇവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് 2 വിഷയങ്ങളിൽ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ 10 കുട്ടികൾക്ക്, അങ്ങനെയൊക്കെയാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുക. 10ഓ 15ഓ കുട്ടികളുടെ എണ്ണം കണക്കാക്കിയിട്ട് അവർക്ക് 2 വിഷയങ്ങളിൽ കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയിട്ടുള്ള റാങ്ക് നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ റാങ്കാണ് നമുക്ക് തരുന്നത്. അപ്പോൾ റാങ്ക് എന്ന് പറയുമ്പോൾ 10 കുട്ടികളാണെങ്കിൽ 1 മുതൽ 10 വരെയുള്ള റാങ്കാണ് ഉണ്ടാവുക. അപ്പോൾ 2 വിഷയങ്ങൾ ഉണ്ടാകും. അത് ഇംഗ്ലീഷ് ആവാം, സാമ്പത്തിക ശാസ്ത്രമാകാം, മറ്റേതെങ്കിലും വിഷയങ്ങളാകാം. അപ്പോൾ അത്തരം വിഷയങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് 2 വിഷയങ്ങളിൽ 10 കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം ആണ് സാധാരണ വരുന്നത്, റാങ്ക് തരുന്ന സാഹചര്യം എന്നുള്ളതിൽ. രണ്ടാമത്തേത് റാങ്ക് തരാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മാർക്കാണ് തരിക, ഒരിക്കലും റാങ്ക് അല്ല, മാർക്കാണ് തരുന്നത്. അപ്പോൾ ആ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ തന്നിരിക്കുന്ന മാർക്കിനെ അതിൻ്റെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന മാർക്കിന് 1ാം റാങ്ക്, അതിൻ്റെ തൊട്ട് താഴെയുള്ളതിന് 2ാം റാങ്ക്, തൊട്ട് താഴെയുള്ളതിന് 3ാം റാങ്ക് എന്നിങ്ങനെ നമ്മൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് നിശ്ചയിക്കുക. അത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ റാങ്ക് തരാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ ചോദ്യപേപ്പറിൽ നമുക്ക് മാർക്കാണ് തരിക. സ്പിയർമാൻ്റെ റാങ്ക് സഹബന്ധം കാണുക എന്ന് പറഞ്ഞുകൊണ്ട് 2 കോളത്തിൽ നമുക്ക് തരുന്ന സംഖ്യകൾ ഇരട്ട സംഖ്യകളാണെങ്കിൽ, അതായത് നമുക്ക് റാങ്ക് അല്ലാത്ത സംഖ്യകളാണ് തരുന്നതെങ്കിൽ നമ്മൾ അതിനെ റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തേത് റാങ്കുകൾ ആവർത്തിക്കുന്ന സാഹചര്യമാണ്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞു പോയാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ 2 കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 1ാമത്തെ കാര്യം നോക്കാം, റാങ്കുകൾ തരുന്ന സാഹചര്യം എങ്ങനെയാണെന്നുള്ളത്. റാങ്കുകൾ തരുന്ന സാഹചര്യമായാലും റാങ്കുകൾ തരാത്ത സാഹചര്യമായാലും സ്പിയർമാൻ്റെ റാങ്ക് സഹബന്ധം കാണുന്നതിന് പ്രധാനമായും 3 സ്റ്റെപ്പുകളാണുള്ളത്. ആ സ്റ്റെപ്പുകളൊന്ന് ആദ്യം നമ്മൾ പഠിക്കണം. അതിൽ 1ാമത്തെ സ്റ്റെപ്പ് ഇക്വേഷനിലേക്ക് ആവശ്യമുള്ളതാണ് ഈ സ്റ്റെപ്പുകളൊക്കെ. അപ്പോൾ അതിൽ 1ാമത്തേത് n കാണുക എന്നുള്ളതാണ്. n എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്ററിൽ എഴുതാം, അതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എന്നുള്ളതാണ്, എത്ര എണ്ണം എന്നുള്ള തരുന്ന സംഖ്യകളുടെ എണ്ണമാണ് ഇവിടെ n കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നിരീക്ഷണ ജോഡികളുടെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം ആണ് 1ാമത്തെ, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് n കാണുക എന്നുള്ളത്. രണ്ടാമത്തേത് തന്നിരിക്കുന്ന റാങ്കുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ നമുക്ക് ആദ്യത്തെ കോളത്തിലുള്ള സംഖ്യകളെ x എന്നും രണ്ടാമത്തെ കോളത്തിലുള്ള സംഖ്യകളെ y എന്നും മാറ്റി എഴുതാം. ഇനി അതല്ലെങ്കിൽ, അതായത് നമുക്ക് എക്സ് വൈ എന്നല്ല സംഖ്യകൾ തരിക, അതിന് വിഷയങ്ങളുടെ പേരാവും, ഇംഗ്ലീഷ്, ഇക്കണോമിക്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളുടെ പേരുകളൊക്കെയാണ് തരിക. അപ്പോൾ അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ കോളത്തിന് എക്സ് എന്ന് പേര് കൊടുക്കാൻ പറഞ്ഞത്, രണ്ടാമത്തെ കോളത്തിന് വൈ എന്നും പേര് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഉചിതമായിട്ട് ഇങ്ങനെ എഴുതാം. ആദ്യത്തെ കോളത്തിന് അത് റാങ്ക് ആണ് തരുന്നത് കൊണ്ട് ആദ്യത്തെ കോളത്തിന് R1 എന്ന് എഴുതാം, R1 എന്ന് എഴുതാം. രണ്ടാമത്തെ കോളത്തിന് R2 അല്ലെങ്കിൽ R2 എന്ന് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോകുന്നു. സ്റ്റെപ്പിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു n കാണുക എന്നുള്ളതാണ്. n എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കോളങ്ങളിലായിട്ട് നമുക്ക് തന്നിരിക്കുന്ന റാങ്കുകളുടെ എണ്ണമാണ്, സംഖ്യകളുടെ എണ്ണമാണ്. എത്ര എണ്ണം എന്നുള്ളതാണ് n, ടോട്ടൽ അല്ല, എണ്ണമാണ്. ഓക്കെ, രണ്ടാമത്തേത് നമുക്ക് ഡി കാണുക എന്നുള്ളതാണ്. ഡി എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ആണ്, അതായത് 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. അതായത് എക്സ് അല്ലെങ്കിൽ R1 എന്നും വൈ അല്ലെങ്കിൽ R2 എന്നും നമ്മൾ എഴുതിയിരിക്കുന്ന 2 കോളത്തിലുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, നേർക്ക് നേരെയുള്ള വ്യത്യാസം, അതാണ് ഡി എന്ന് പറയുന്നത്. അത് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ R1 മൈനസ് R2 എന്ന് എഴുതാം. ഓക്കെ, ഡി ക്യാപിറ്റൽ ലെറ്ററിൽ ഡി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്, റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. അതിനെ നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഡി കൊണ്ടാണ്. ഡി ഈക്വൽ ടു R1 മൈനസ് R2 അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് എഴുതി വയ്ക്കാം. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡി സ്ക്വയർ കാണുക എന്നുള്ളതാണ്. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള ഡിയുടെ ഇരട്ടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ സംഖ്യകൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടാമത്തെ പോയിന്റിൽ ഡി കാണുമ്പോൾ നമ്മൾ എക്സിലെ അല്ലെങ്കിൽ R1 സംഖ്യയെ R2 സംഖ്യ കൊണ്ടാണ് മൈനസ് ചെയ്യേണ്ടത്. R1 സംഖ്യ ചെറുതും R2 സംഖ്യ വലുതുമാണെങ്കിൽ നമ്മൾ ഡി എന്ന് പറയുന്നിടത്ത് ഉത്തരം എഴുതുമ്പോൾ ആദ്യത്തെ സംഖ്യയുടെ ബേസിലാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അതായത് 1 മൈനസ് 2 എന്നാണെങ്കിൽ 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് നമ്മൾ വലുതാണ് കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ -1 എന്നാണ് ഡിയിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ സംഖ്യയുടെ കൂടെ നമ്മുടെ ഈ ചിഹ്നങ്ങൾ വരുന്നിടത്ത് ചിഹ്നങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം ഡി എന്ന് പറയുന്ന കോളത്തിലേക്ക് എഴുതുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ R1 മൈനസ് R2 അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ എന്നുള്ള ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഡി കാണുമ്പോൾ ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നതെങ്കിൽ ചെറുതിൻ്റെ ചിഹ്നമാണ് കൊടുക്കേണ്ടത്, മൈനസ് ചിഹ്നമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ പ്ലസ് വലുതിൽ നിന്ന് ചെറുത്, ഇപ്പോൾ 2 മൈനസ് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 എന്ന് എഴുതിയാൽ മതി, അവിടെ +1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എഴുതണം എന്ന് നിർബന്ധമില്ല, പക്ഷെ മൈനസ് വരേണ്ടടുത്ത് മൈനസ് ചിഹ്നം തന്നെ കൊടുത്തിരിക്കണം. അപ്പോൾ ഈ 3 പോയിന്റുകളാണ് സ്റ്റെപ്പായിട്ട് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ 2 തരത്തിലുള്ള ഇക്വേഷൻ ഉണ്ട്. നമ്മൾ സ്പിയർമാൻ റാങ്ക് സഹബന്ധം എന്നുള്ളതിനെ എഴുതുന്നത് RS എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. RS എന്നാണ് റാങ്ക് സഹബന്ധം എന്നുള്ള, സ്പിയർമാൻ റാങ്ക് എന്നുള്ളതാണ് RS. ഓക്കെ, RS ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്നുള്ളതാണ് ഒരു സമവാക്യം. RS ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ d സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമവാക്യം എന്ന് പറയുന്നത് RS ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n എന്നുള്ളതാണ്. ഓക്കെ, RS ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n എന്നുള്ള സമവാക്യം. അപ്പോൾ നമ്മളിവിടെ ആപ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഏറ്റവും നല്ലതായിട്ട് പറയുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത്തെ സമവാക്യമാണ്. RS ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n എന്നുള്ളത്. ഓക്കെ, ഇവിടെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മൾ ഡി സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ ഡി സ്ക്വയർ എന്ന് പറയുന്ന കോളത്തിൽ അതിൻ്റെ ആൻസർ, അതായത് ഡി ഇൻറ്റു ഡി ആണ് ഡി സ്ക്വയർ. ഡി നമ്മൾ ഓൾറെഡി എക്സ് മൈനസ് വൈ എന്നോ അല്ലെങ്കിൽ R1 മൈനസ് R2 എന്നോ ചെയ്തുകൊണ്ട് നമുക്ക് ഡി എന്ന് പറയുന്നതിലെ ആൻസർ കിട്ടുന്നു. ആ ഡിയിലുള്ള ആൻസറിനെ നമ്മൾ അതിൻ്റെ ഇരട്ടി കാണുകയാണ് ഡി സ്ക്വയർ. ഡി സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സിഗ്മ ഡി സ്ക്വയർ കാണേണ്ടതുണ്ട്. ഡി സ്ക്വയറിലുള്ള സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ കിട്ടുന്നതാണ് സിഗ്മ ഡി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ്, സാമ്പത്തിക ശാസ്ത്രം എന്നീ വിഷയങ്ങൾ 10
10 വിദ്യാർത്ഥികൾക്ക് ലഭിച്ച റാങ്ക് ആണ് താഴെ തന്നിരിക്കുന്നത്. സ്പിയർമാന്റെ റാങ്ക് സഹബന്ധം കാണുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലും സാമ്പത്തിക ശാസ്ത്രത്തിലും അതായത് എക്കണോമിക്സിലും കിട്ടിയ 10 വിദ്യാർത്ഥികൾക്ക് കിട്ടിയ റാങ്ക് കൊടുത്തിട്ടുണ്ട്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയിട്ടുള്ള റാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷിലെ റാങ്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ കൃത്യമായിട്ട് ഈക്വൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇംഗ്ലീഷിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോമിക്സിൽ സെക്കൻഡ് റാങ്ക് ആണ്. അങ്ങനെ റാങ്ക് ഇവിടെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ തേർഡ് റാങ്ക് കിട്ടിയ ആൾക്കാണ് എക്കണോമിക്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ളത്. ഇംഗ്ലീഷിൽ 10ാം റാങ്ക് കിട്ടിയ ആൾക്ക് എക്കണോമിക്സിൽ 8ാം റാങ്ക് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ കോളം നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് അതൊന്നും റാങ്ക് എത്രയാണ് ഒരാൾക്ക് എന്നുള്ളതല്ല നമ്മുടെ വിഷയം, നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ വിലങ്ങനെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കുത്തനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് വെർട്ടിക്കലായിട്ട് മാറ്റുക, എന്നാലേ നമുക്കത് കാൽക്കുലേഷന് ഗുണകരമാവുള്ളൂ. അപ്പോൾ നമ്മളതിവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് എന്നുള്ളതിൻ്റെ ബ്രാക്കറ്റിൽ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ R1 എന്ന് കൊടുക്കാം, കുഴപ്പമില്ല. എക്കണോമിക്സ് എന്നുള്ളതിൻ്റെ ബ്രാക്കറ്റിൽ Y കൊടുത്തിട്ടുണ്ട്, അവിടെ വേണമെങ്കിൽ R2 എന്ന് കൊടുക്കാം. ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന റാങ്കുകളെ തെറ്റാതെ ആ സംഖ്യകൾ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അവിടെ കാണുന്നത് അടുത്തൊരു കോളമാണ്. കോളം വരച്ചിട്ട് D എന്ന് കൊടുത്തിരിക്കുന്നു. ആ ഡിയിൽ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് X-Y, അതായത് ഇംഗ്ലീഷിനെ എക്കണോമിക്സ് കൊണ്ട് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ റാങ്ക് 1 ആണ്. ആ 1നെ എക്കണോമിക്സിലെ ഒന്നാമത്തെ റാങ്ക് 2 ആണ്. അപ്പോൾ 1 - 2 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 - 2 എന്ന് ചെയ്യുമ്പോൾ -1 എന്നാണ് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? 1 - 2 എന്ന് ചെയ്യുമ്പോൾ -1 ആണ്. അതുപോലെ അടുത്ത് നോക്കൂ, 2 - 4 ആണ് -2, 3 - 1 ആണ് 2, അതുപോലെ 4 - 5 ആണ് -1, 5 - 3 ആണ് 2, അതുപോലെ 6 - 9 ആണ് -3 ആണ്, 7 - 7 ആണ് 0 ആണ്, അതുപോലെ 8 - 10 ആണ് -2, 9 - 6 ആണ് 3 ആണ്, അതുപോലെ തന്നെ 10 - 8 ആണ് 2 ആണ്. അഥവാ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ മൈനസ് ചിഹ്നവും അതുപോലെ തന്നെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ അവിടെ ചിഹ്നം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി കണ്ടെത്തി. അവിടെ ഡി കണ്ടെത്തി. ഇനി എന്ത് ചെയ്യണം, അടുത്തൊരു കോളത്തിൽ D² കാണണം. അതായത് ഡിയുടെ ഇരട്ടിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നാലാമത്തെ ഒരു കോളം ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ D² എന്ന് പേര് കൊടുത്തു. വേണമെങ്കിൽ മനസ്സിലാവാൻ ബ്രാക്കറ്റിൽ D ഗുണിക്കണം D എന്ന് എഴുതി വെച്ചാൽ മതി. അതായത് ഡിയെ D കൊണ്ട് തന്നെ ഗുണിക്കുക, -1നെ -1 കൊണ്ട് തന്നെ ഗുണിക്കുക, അതായത് അതിൻ്റെ ഇരട്ടി കാണുക എന്നുള്ളതാണ്. -1നെ -1 കൊണ്ട് ഗുണിച്ചാൽ +1 ആണ്. അതുപോലെ -2 × -2 ആണ് 4, 2 × 2 4, -1 × -1 1, 2 × 2 4, -3 × -3 9, 0 × 0 0, അതുപോലെ തന്നെ -2 × -2 4, അതുപോലെ 3 × 3 9, 2 × 2 4. ഓക്കെ, അപ്പോൾ നമുക്ക് D² കിട്ടിക്കഴിഞ്ഞു. ഇനി ആ D²ലുള്ള സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് അങ്ങോട്ട് കൂട്ടുക. 1 4 4 1 4 9 0 4 9 4 സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ നമുക്ക് σD² എന്നതാണ് കിട്ടുക. ഓക്കെ, D² സംഖ്യകളെ താഴേക്ക് കൂട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സിഗ്മയാണ് കാണുന്നത്, ടോട്ടലാണ് കാണുന്നത്, D² ടോട്ടൽ. ഓക്കെ, അപ്പോൾ σD² 40 എന്ന് കിട്ടി, 40 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനിയാണ് നമ്മുടെ കാൽക്കുലേഷനിലേക്ക് പോകുന്നത്. അതായത് ഇക്വേഷൻ നമ്മൾ കൊടുക്കുക, RS = 1 - 6 σD² ഡിവൈഡഡ് ബൈ n × n² - 1 എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിക്കാം. അല്ലെങ്കിൽ RS = 1 - 6 σD² ഡിവൈഡഡ് ബൈ n³ - n എന്ന് പറയുന്ന സമവാക്യവും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനിവിടെ ബുക്കിലുള്ളതുപോലെയാണ് പറയുന്നത്. അപ്പോൾ അതായത് ടെക്സ്റ്റ് ബുക്കിലെ അതേ പിന്നെ നമ്മുടെ എക്സാമ്പിളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മളിവിടെ എന്താണ് 1 - അതുപോലെ തന്നെ കൊടുത്തു. അത് വിലയാണ് കൊടുക്കുന്നത്, ഇക്വേഷനിലേക്ക് വില കൊടുക്കുകയാണ്. അപ്പോൾ 1 - അതുപോലെ കൊടുത്തു. 6 σD² എന്ന് പറഞ്ഞാൽ 6 6 × σD² എന്നുള്ളതാണ്. σD² നമ്മളിവിടെ 40 കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 6നോട് 40 ഗുണിക്കുക, അതായത് 6 ഗുണിക്കണം 6 σD² ആണ് ഏത് 6 ഗുണിക്കണം σD² ആണ് 6 σD². ഓക്കെ, അപ്പോൾ 6 ഗുണിക്കണം
ഗുണിക്കണം 6 സിഗ്മ ഡി സ്ക്വയർ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കുക 40 കൊടുക്കുക. അപ്പോൾ 6 ഗുണിക്കണം 40 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ കൊടുത്തു. n എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണമാണ്. അത് 1 മുതൽ 10 വരെ ഉണ്ട്. അപ്പോൾ n എന്നുള്ളിടത്ത് 10 കൊടുത്തു. ബ്രാക്കറ്റ് അതുപോലെ തന്നെ കൊടുക്കുന്നു. അപ്പോൾ n സ്ക്വയർ എന്നുള്ളത് 10 സ്ക്വയർ കൊടുത്തു, -1 കൊടുത്തു, ബ്രാക്കറ്റ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. 1 മൈനസ് അതുപോലെ തന്നെ എഴുതി, അത് അവസാനം വരെ കൊണ്ടുപോകണം ഈ 1 മൈനസ് എന്നുള്ളത്. ഓക്കെ, 1 മൈനസ് അതുപോലെ എഴുതി 6 × 40 ഗുണിക്കുക. അപ്പോൾ നമുക്ക് 240 കിട്ടും. 240 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു, അവിടെ നോക്കൂ, 10ന്റെ സ്ക്വയർ ആദ്യം കാണുക. 10ന്റെ സ്ക്വയർ 100 ആണ്. 10 × 10 ആണ് 10ന്റെ സ്ക്വയർ അല്ലേ. 10 × 10 ആണ്. അപ്പോൾ നമുക്ക് 100 കിട്ടി. അപ്പോൾ 10 ബ്രാക്കറ്റിൽ 100 എന്ന് എഴുതി, അതായത് 10 സ്ക്വയർ എന്നുള്ളിടത്ത് 100 എഴുതി, -1 കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. 1 മൈനസ് അതുപോലെ തന്നെ എഴുതി, 240 അതുപോലെ എഴുതി, ഡിവൈഡഡ് ബൈ കൊടുത്തു. പുറത്തുള്ള 10 അതുപോലെ എഴുതി, അകത്തുള്ള 100നെ 1 കൊണ്ട് മൈനസ് ചെയ്തു. 100നെ 1 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 99 എന്ന് കിട്ടും. അപ്പോൾ 10 ഗുണിക്കണം 99 എന്നാണ് ഇപ്പോൾ അവിടെ അർത്ഥമാക്കുന്നത്. 10 ബ്രാക്കറ്റിൽ 99 എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഗുണിക്കണം എന്നാണ്. ഓക്കെ, ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കണം എന്ന് ചിഹ്നട്ടാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 1 മൈനസ് 240 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 99 എന്ന് കിട്ടി. ഓക്കെ, വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. 1 മൈനസ് 240 അതുപോലെ എഴുതി, എന്നിട്ട് താഴെയുള്ള 10നെ 99 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 990 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എന്തായി? 1 മൈനസ് 240 ഡിവൈഡഡ് ബൈ 990. ഓക്കെ, എന്നിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. ആ 1 മൈനസ് അതുപോലെ എഴുതി, 240ൽ നിന്ന് 990 ഡിവൈഡ് ചെയ്യുക. 240നെ 990 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹരിക്കുകയാണ് ചെയ്യുന്നത്. കാൽക്കുലേറ്റർ വെച്ച് ഹരിക്കുകയാണ് ചെയ്യുന്നത്. 1 മൈനസ് അതുപോലെ തന്നെ അവിടെ കിടക്കണം. എന്നിട്ട് 240നെ 990 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഹരിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 1 മൈനസ് 0.24 കിട്ടി. അതായത് 1 മൈനസ് അതുപോലെ എഴുതിയിരുന്നു, ഹരിച്ചപ്പോൾ 240നെ 990 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 0.24 എന്ന് കിട്ടി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ 1ൽ നിന്ന് 0.24 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 1 മൈനസ് 0.24. നമുക്ക് ഉത്തരം എത്ര കിട്ടിയത്? 0.76. ഉത്തരം എത്ര കിട്ടിയത്? 0.76. ഇതാണ് നമ്മളുടെ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. 0.76 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ വാല്യൂ എപ്പോഴും ശ്രദ്ധിക്കുക. സ്പിയർമാൻ്റെ, അതായത് R-ന്റെ മൂല്യം എപ്പോഴും എന്തായിരിക്കും? അതായത് +1നും -1നും ഇടയിലായിരിക്കും എന്ന് ആലോചിക്കുക കേട്ടോ. +1നും -1നും ഇടയിലായിരിക്കും എന്ന് ആലോചിക്കുക. അപ്പോൾ ഇതെന്താണ്? ഇത് പ്ലസും അല്ല മൈനസും അല്ല എന്നുള്ളതാണ് നിങ്ങൾ, അതായത് +1ൻ്റെ അതുപോലെ തന്നെ -1ൻ്റെയും ഇടയിലായിട്ട് നമുക്ക് 0.76 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഇതാണ് റാങ്ക് തരുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റാങ്ക് തരാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ഇതേപോലെ തന്നെയാണ്, സമവാക്യമൊക്കെ ഇതുപോലെ തന്നെയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ രണ്ടാമത് പറഞ്ഞ ആ സമവാക്യത്തിലേക്കും കൺവേർട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ബുക്കിലുള്ളത് അതുപോലെ അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള RS = 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n³ മൈനസ് n എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിച്ച് ഇതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി ചെയ്ത് നോക്കാം. ഉത്തരം നമുക്ക് 0.76 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാങ്കുകൾ തരാത്ത സാഹചര്യമാണ്. റാങ്കുകൾ തരാത്ത സാഹചര്യത്തിൽ നമുക്ക് 2 വിഷയങ്ങളിൽ കുട്ടികൾക്ക്, അതായത് 10 അല്ലെങ്കിൽ 5 എത്ര കുട്ടികൾക്കാണോ നമുക്ക് മാർക്ക് കണക്കാക്കുന്നത്, ആ മാർക്കാണ് നമുക്ക് തരിക. ഓക്കെ, റാങ്കുകൾ തരാത്ത സാഹചര്യത്തിൽ നമുക്ക് മാർക്കാണ് തരിക. ഇവിടെ ഒരു 5 കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലും 5 കുട്ടികൾക്ക് കിട്ടിയുള്ള മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. മാത്തമാറ്റിക്സിലെ മാർക്ക് 85, 60, 73, 40, 90 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്ക് 93, 75, 65, 50, 80 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റാങ്ക് ആക്കി മാറ്റണം. അപ്പോൾ റാങ്ക് എങ്ങനെ എഴുതുക? ഇതിൽ തന്നിരിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ ആദ്യം നോക്കുക. അതിൽ ഏറ്റവും വലിയ മാർക്ക് ഏതാണോ നോക്കുക. ഏറ്റവും വലിയ മാർക്ക് ഏതാണോ അതിന് 1 എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ 90 ഏറ്റവും വലിയ മാർക്ക്. അതിൻ്റെ അടുത്ത് 1 എന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന സംഖ്യ 85 ആണ്, അതിന് 2 എന്ന് കൊടുക്കുക. മൂന്നാമത് 73 അതിന് 3 എന്ന് കൊടുക്കുക. നാലാമത് 60 അതിന് 4 എന്ന് കൊടുക്കുക. അഞ്ചാമത്തത് 40 അതിന് 5 എന്ന് കൊടുക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് അടുത്ത് റാങ്ക് കണ്ടെത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക്
ഇതിനെ ആൻസറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോളത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആ മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് കൊടുക്കുക. അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എക്സിലുള്ള മാർക്കുകൾ നമ്മൾ ഇവിടെ എഴുതി 85, 60, 73, 40, 90 എന്ന് എഴുതി. അതിൻ്റെ അടുത്ത് അതിൻ്റെ റാങ്ക് കൊടുക്കുക. അതായത് എക്സ് റാങ്ക് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ റാങ്ക് R1 എന്ന് കൊടുക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സംഖ്യയ്ക്കും അതിനനുസരിച്ചുള്ള ഏറ്റവും ഉയർന്ന സംഖ്യയുടെ അടുത്ത് 1 കൊടുക്കുക, രണ്ടാമത്തേത് ഏതാണോ അതിൻ്റെ അടുത്ത് 2. അങ്ങനെ നമ്മൾ റാങ്ക് കൊടുത്തപ്പോൾ 2, 4, 3, 5, 1 എന്ന് നമുക്ക് റാങ്ക് കിട്ടി. ശരിയല്ലേ? അതുപോലെ തന്നെ അടുത്ത കോളത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്ക് എഴുതുക. സ്റ്റാറ്റിസ്റ്റിക്സിന് Y എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മാർക്കുകളോടെ കൊണ്ട് എഴുതുക. 93, 75, 65, 50, 80 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെയും റാങ്ക് 2 എന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ Y എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അവിടെയും റാങ്ക് കൊടുക്കുക. റാങ്ക് കൊടുക്കുമ്പോൾ അവിടെ 1, 3, 4, 5, 2 എന്നാണ് റാങ്ക് കിട്ടിയിട്ടുള്ളത്. ഇനി സാധാരണ പോലെ തന്നെ ആ റാങ്ക് മാത്രം നമ്മൾ പുറത്തെടുക്കുക. ഓക്കെ, റാങ്ക് മാത്രം കണക്കാക്കിക്കൊണ്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, R1 മൈനസ് R2 കാണുക, അല്ലെങ്കിൽ D കാണുക. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ D കാണുക. X മൈനസ് Y ആണ്, അല്ലെങ്കിൽ R1 മൈനസ് R2 ആണ്. ഓക്കെ, ഫസ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 2 മൈനസ് 1 ആണ്, 1 കിട്ടും. 4 മൈനസ് 3 ആണ്, 1 കിട്ടും. 3 മൈനസ് 4 ആണ്, മൈനസ് 1 കിട്ടും. 5 മൈനസ് 5 ആണ്, 0 കിട്ടും. 1 മൈനസ് 2 ആണ്, മൈനസ് 1 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് D കിട്ടി. ആ ഡിയുടെ D സ്ക്വയർ അടുത്ത കോളത്തിൽ കാണുക. ഡിയുടെ D സ്ക്വയർ അടുത്ത കോളത്തിൽ കാണുക. അപ്പോൾ എന്തൊക്കെയാണ്? 1ന്റെ സ്ക്വയർ 1, 1ന്റെ സ്ക്വയർ 1, മൈനസ് 1ന്റെ സ്ക്വയർ 1, 0ന്റെ സ്ക്വയർ 0, അതുപോലെ തന്നെ മൈനസ് 1ന്റെ സ്ക്വയർ 1. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ നമുക്ക് സിഗ്മ D സ്ക്വയർ കിട്ടും. D സ്ക്വയറിന്റെ സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ D സ്ക്വയർ കിട്ടും. സിഗ്മ D സ്ക്വയർ കിട്ടും. ആ സിഗ്മ D സ്ക്വയർ എത്രയാ? ആ 4 1 കൂട്ടിയാൽ 4. അവിടെ ഒരു 0 ആണ് ഉള്ളത്. അപ്പോൾ 4 1 കൂട്ടിയാൽ 4 എന്നാണ്. അപ്പോൾ സിഗ്മ D സ്ക്വയർ എത്രയാണ് കിട്ടുക? 4 എന്ന് കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ സമവാക്യം താഴെ എഴുതുക. നമ്മുടെ സമവാക്യം എന്താണ്? RS ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ D സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അതിനു മുമ്പ് നമ്മൾ n എത്രയെന്നൊക്കെ നമുക്കറിയാലോ. n 5 ആണ്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിലേക്ക് വില കൊടുക്കുകയാണ്. പിന്നെ ആ ഇക്വേഷനിലേക്ക് വില കൊടുക്കുന്നു. അപ്പോൾ 1 മൈനസ് 6 സിഗ്മ D സ്ക്വയർ എന്നുള്ളിടത്ത് 6 ഇൻറ്റു അല്ലേ 6 ഗുണിക്കണം സിഗ്മ D സ്ക്വയർ 4 ആണ്. അപ്പോൾ 6 ഗുണിക്കണം 4 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ കൊടുത്തു. ശേഷം താഴെ n എന്ന് പറഞ്ഞാൽ എണ്ണമാണ്, അത് 5 എണ്ണമാണ്. അപ്പോൾ 5 എന്ന് കൊടുത്തു. ബ്രാക്കറ്റിൽ n സ്ക്വയർ എന്നുള്ളിടത്ത് 5 സ്ക്വയർ എന്ന് എഴുതി, മൈനസ് 1 എഴുതി. ക്ലിയർ അല്ലേ? അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. 1 മൈനസ് അതുപോലെ എഴുതി. 6 ഇൻറ്റു 4 24 അവിടെ എഴുതി അല്ലേ? 1 മൈനസ് അതുപോലെ എഴുതിയിട്ട് 6ന് 4 ഇട്ട് ഗുണിച്ചു, 24 കിട്ടി. ഡിവൈഡഡ് ബൈ അതിൻ്റെ താഴെ ബ്രാക്കറ്റ് 5 ഉണ്ട്, 5 എഴുതി. ബ്രാക്കറ്റിലുള്ള 5 സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25 ആണ്, മൈനസ് 1 അതുപോലെ എഴുതി ബ്രാക്കറ്റ് കൊടുത്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. 1 മൈനസ് 24 അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ആ ബ്രാക്കറ്റിലുള്ള 25ൽ നിന്ന് 1 കുറയ്ക്കുന്നു, നമുക്ക് 24 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? 1 മൈനസ് 24 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 24 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ 1 മൈനസ് 24നെ നമ്മൾ വീണ്ടും എന്താണ് 24നെ അതുപോലെ എഴുതിയിട്ട് 5 ഇൻറ്റു 24 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു 24 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മൈനസ് ചെയ്ത് ലാസ്റ്റ് ഹരിച്ച് മൈനസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 മൈനസ് 0.2 എന്ന് കിട്ടും അല്ലേ? 1 മൈനസ് 0.2 എന്ന് കിട്ടും. അപ്പോൾ 1 മൈനസ് 0.2 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ കിട്ടുക? 1ൽ നിന്ന് 0.2 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.8 ആണ്. 0.8 ആണ് ആൻസർ വരുന്നത്. ഇതാണ് റാങ്ക് തരാത്ത സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കാണുന്ന വിധം. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡിലും നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഞാൻ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു മാതൃക ഇവിടെ കൊടുക്കാം. അത് സ്വന്തമായിട്ട് നിങ്ങൾ എഴുതി പഠിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.